ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നെയ്വട ഫാക്ടറി. നെയ്വട ഫാക്ടറി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള, നമ്മളെല്ലാവരും മധുരം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കുറേ ആൾക്കാർ. അപ്പോൾ നെയ്വട ഫാക്ടറിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ മാവുകളൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇവർ 4-5 മണിക്കൂറുകൾക്ക് മുമ്പാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. ഭയങ്കര നല്ല രസത്തിൽ ഇങ്ങനെ ബോളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആ ബെല്ലൈക്കൺ നിൽക്കാനൊക്കെ മറക്കരുതേ. അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ടാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. ഇവർ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. ഇവർ ഭയങ്കര രസമുണ്ട്. ഇങ്ങനെ ഇവർ കുഴയ്ക്കുന്നതിന് കുറച്ച് ബാക്ക് കയറ്റി ഇതുപോലെ അടുപ്പൊക്കെ വരുന്നുണ്ട്. ഇതാ കണ്ടോ, വലിയ അടുപ്പും വലിയ ചട്ടിയും അങ്ങനെ ഒരുപാടുണ്ട്. ഇതുപോലെ കുറച്ച് അപ്പുറത്തേക്ക് വിറകുകളും അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല പാനി ഉണ്ടാക്കുകയാണ്, പഞ്ചസാര പാനി. അതുപോലെ തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഇവർക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഇവർ ഫാമിലി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർക്കുള്ള ഫുഡുണ്ട്. ഇവിടെ ഓരോരുത്തർ പാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ കുട്ടിയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് ഇവിടെ കുറച്ച് ചേച്ചിമാരാണെങ്കിൽ ഇവിടെ ചില കടയിലേക്കൊക്കെ ചെറുതായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പാക്കുകളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ വലിയ അതേമാതിരി വലിയ പാക്കാക്കിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുമുണ്ട്. ഒരുപാടുണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങൾക്കും കുറച്ച് തന്നു. ആനിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലായിരുന്നു. അവനക്ക് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര അതിർപ്പായി കേട്ടോ. ഭയങ്കര രസമായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായതുകൊണ്ട് ഓർഡേഴ്സിന് കസ്റ്റമേഴ്സിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവരുടെ മോളാണ് കേട്ടോ ഇത്. ഇവിടെ ഫോണ് കാണുകയാണ്. ഇവിടെ ഗുലാബ് ജാമ, അതുപോലെ തേൻനിലാവ്, അതുപോലെ നമ്മുടെ നെയ്വട, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞങ്ങൾ അതിനിടയിൽ തിന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഓരോരുത്തർ പാക്കിങ് ചെയ്യാണ്. അങ്ങനെ ഒട്ടും താമസിക്കാതെ ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് വീട്ടിൻ്റെ അവിടെ ചളിയായാണ് ഞങ്ങൾ അർബാനയിൽ ഇതുപോലെ ഉപ്പപ്പാനെ ഞാൻ സഹായിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അർബാനയിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അത് കയറ്റി കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും പാക്കിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പം നബിദിനാണ് വരുന്നത് അല്ലേ. നബിദിനത്തിന് നമ്മൾ റാലിയൊക്കെ പോകും. കുട്ടികൾ റാലിയൊക്കെ പോകുമ്പോൾ, നബിദിന റാലി പോകുമ്പോൾ കുട്ടികൾക്ക് ചീരിനിയായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ റെഡിയാക്കിയിട്ടുള്ളത്. എല്ലാവരും മുട്ടായിയൊക്കെയാണ് കൊടുക്കാറ്. ബട്ട് ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെയാണ് കൊടുക്കാറില്ല കേട്ടോ. നല്ല നെയ്വടയും തേൻനിലാവും അങ്ങനെ ഒത്തിരി ആയിട്ട്. ആനിയൊക്കെ ഇത് ഭയങ്കര പാക്കിങ്ങിലാണ്. ഉമ്മമാരും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര രസത്തിൽ പാക്ക് ചെയ്തു. എൻ്റെ ദീദിയും ഉണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ഞങ്ങളിവിടെ പാക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങളിവിടെ പാക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ സീൽ ചെയ്യാണ്. ഞങ്ങളിങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നതൊക്കെ ഇപ്പം സീൽ ചെയ്യലും അത് കുറച്ച് അപ്പുറത്തേക്ക് ഇടലുമാണ് പപ്പാൻ്റെ പണി. അപ്പോൾ ഇപ്പം ഇവിടെ ഇങ്ങനെ ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെമ്പുണ്ട് കേട്ടോ. ഇവിടെ ചെമ്പ് കാണാം. ചെമ്പിൽ കുറേ ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഒരുപാട് ഇതുണ്ട്. ഭയങ്കര രസമായിട്ട് ആനയൊക്കെ കുറേ നേരമായിട്ടുണ്ട്. അതുമാതിരി കസിൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ചെയ്തത്. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം എടുത്തിട്ട്, കുറച്ച് ഉച്ചക്കും കുറച്ച് രാവിലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നേരം എടുത്തിട്ട് ഇപ്പോൾ ടേബിൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട്. 700 എത്രയോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ ലൊക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു ഫാക്ടറിയുടെ ലൊക്കേഷൻ വരുന്നത് തിരൂരൊഴൂരാണ്. സഫ സ്വീറ്റ്സ് എന്നാണ് ഇവരുടെ പേര് വരുന്നത്. ആവശ്യമുള്ളവർക്ക് ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളോട് ഒരാൾ പറഞ്ഞു ഭയങ്കര ടേസ്റ്റിയുള്ള ഒരിത് അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞു. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഇവരത് നമ്മളെ നെയ്വടി ഇതൊക്കെ